ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. കടലമാവും നെയ്യും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരു ബർഫി, ഗ്രാം ബർഫി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്വീറ്റ്സിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. ഞാനിവിടെ 3 കപ്പ് കടലമാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/4 കപ്പ് പാലും. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ പൊടി രൂപത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാട്ടോ. അടുത്തതായി ബർഫി കുക്ക് ചെയ്യുന്നതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇപ്പം ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്യാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ചെറുതായി മാറി ഒരു ലൂസ് ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കിക്കൊണ്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് കളറൊക്കെ ഡാർക്കായി തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനായി 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കണം. ഇത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാട്ടോ. ഈ പാനി നമുക്ക് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ചേർത്തിളക്കാം. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറുകി വരട്ടെ. ഇത് ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ വെള്ളമൊക്കെ വറ്റി തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാട്ടോ. നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. സെറ്റ് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കുമ്പോൾ നെയ്യ് തൂക്കുകയോ ബട്ടർ പേപ്പർ വിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഇതൊരു സ്പാറ്റില വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്തയും സ്ലൈസ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 5 മണിക്കൂർ ചൂടൊക്കെ ആറി സെറ്റ് ആവുന്നതിനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രാം ബർഫി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.